നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി സബ് RTO ഓഫീസിലെ വ്യാജ RC നിർമ്മാണ കേസിൽ തിരൂരങ്ങാടി ജോയിന്റ് RTOയെ വീണ്ടും ചോദ്യം ചെയ്തു. കോഴിക്കോട് പന്ന്യങ്കര സ്വദേശി CP സക്രിയയെയാണ് തിരൂരങ്ങാടി പോലീസ് വീണ്ടും ചോദ്യം ചെയ്തത്. കേസിൽ അറസ്റ്റിലായ പ്രധാന കണ്ണി ഉള്ളണം മുണ്ടിയാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി CI KT ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജോയിന്റ് RTOയെ ചോദ്യം ചെയ്തത്. നേരത്തെ അദ്ദേഹം മെഡിക്കൽ ലീവിലുള്ള സമയത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അന്ന് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ശേഖരിച്ചിരുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ വീണ്ടും സ്റ്റേഷനിൽ ഹാജരായ സക്രിയയെ ചോദ്യം ചെയ്യൽ രാത്രി 8 മണിവരെ നീണ്ടുവെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉദ്യോഗസ്ഥനിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. അത് ലഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഉദ്യോഗസ്ഥർക്കും വിവരങ്ങൾ ലഭിക്കുന്നതിന് പോലീസ് കത്തു നൽകും. ഇതോടെ തിരൂരങ്ങാടി RTO ഓഫീസിലെ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്തതായാണ് വിവരം. സൈറ്റിലെ അപാകതകൾ കാരണമാണ് ഇത്തരത്തിൽ വ്യാജ RCകൾ ഉണ്ടാക്കിയതെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. അതേസമയം മരിച്ച ആളുടെ മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞില്ലെന്നാണ് വിവരം. വ്യാജ RC നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ജോയിന്റ് RTO ആയിരുന്നു. ജൂൺ 24-നാണ് സക്രിയ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് കേസെടുക്കാതായതോടെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. എന്നാൽ വ്യാജ RC ഉടമകളെ മാത്രം പ്രതികളാക്കിയാണ് ജൂലൈ 2-ന് തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരാഴ്ചയ്ക്ക് ശേഷം വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ മിനി സിവിൽ സ്റ്റേഷനടുത്തുള്ള ടാർഗറ്റ് ഓൺലൈൻ ഷോപ്പ് ഉടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലന്തോട് താമസക്കാരനുമായ നെയ്യും, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരക്കൽ ഫൈജാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ കേസിൽ ഇതുവരെ 8 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ നിസാറിൻ്റെ മൊഴി പ്രകാരം വ്യാജ RC നിർമ്മിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഫീസിലെ ക്ലർക്കുമാരെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ജോയിന്റ് RTOയെ ചോദ്യം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.